കോഴിക്കോട് വടകരയിലുള്ള കുഞ്ഞബ്ദുള്ള എന്ന് പേരുള്ള ഈ ഒരു മനുഷ്യനെ 55 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതാണ്. 16 വയസ്സിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത്. പിന്നീട് ഇയാളെ കണ്ടെത്തുന്നത് 55 വർഷം കഴിഞ്ഞിട്ട്, അതായത് കഴിഞ്ഞ ഒരു മാസം മുൻപ് നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അതാ അന്ന് ഈ ഒരു 55 വയസ്സുള്ള 55 വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞബ്ദുള്ള വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഉപ്പയൊക്കെ മരണപ്പെട്ടിരുന്നു, ഉമ്മ ഉണ്ട്, പെങ്ങന്മാരുണ്ട്. വല്ലാത്തൊരു നിമിഷമായിരുന്നു. ഇപ്പോൾ അതാ ആ ഒരു മാസം മുൻപ് വന്ന കുഞ്ഞബ്ദുള്ള മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാലി റാജൂൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അദ്ദേഹം ആ വീട്ടിലേക്ക് വരുന്നൊരു രംഗം നമ്മൾ വിസൽമതിയിലിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ആ ഒരു ഉമ്മാനെ വന്നിട്ട് കാണുന്നൊരു നിമിഷം, ഇയാൾ 16-ാമത്തെ വയസ്സിലാണ് വീട്ടിൽ നിന്ന് പോണത്. അന്നത്തെ ഒരു കൗമാരക്കാലത്തിൻ്റെ ഒരു ആവേശത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ 55 വർഷം പിന്നെ ഈ മോനെ കണ്ടിട്ടില്ല. ആ ഉമ്മയും വാപ്പയും ഈ സഹോദരങ്ങളൊക്കെ ഇയാളെ കാണാൻ വേണ്ടി ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തി, കിട്ടിയില്ല. ഒടുവിൽ ഒരു മിസ്സിംഗ് പേഴ്സൺ കേരള എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒക്കെ ശ്രമഫലമായിട്ടാണ് 55 വർഷം കഴിഞ്ഞൊരു മാസം മുൻപ് ഹരിയാനയിൽ നിന്ന് മൂപ്പരെ കുഞ്ഞബ്ദുള്ളാനെ കിട്ടുന്നത്. അപ്പോൾ മൂപ്പര അവിടെ ഒരു വൃദ്ധസദനത്തിലായിരുന്നു, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒറ്റാന്തടിയായിട്ട് ജീവിക്കായിരുന്നു. അങ്ങനെ അവിടുത്തെ ആളുകൾ കണ്ടെത്തി നാട്ടിൽ അന്വേഷിച്ചു നോക്കുമ്പോൾ വേറെ പേരൊക്കെ പറഞ്ഞിരുന്നത്, അന്വേഷിച്ച് ഇവിടെ വീട്ടുകാരെ കണ്ടെത്തി. ആ വീട്ടുകാർ സ്വീകരിച്ചൊരു രംഗമുണ്ട്. മാഷാ അല്ലാ. ഇത് പാർട്ടി ഇത് ആയിഷ ഇത് ആയിഷാന്റെ ഞാൻ എത്തിയുള്ള പ്രാവശ്യം കൊണ്ടുപോയായിരുന്നു ഇതിലേക്ക്. ഇത് അതിനുള്ള ഇതിഞ്ഞ് പോകുമ്പോ പള്ളയിലുള്ളതാ. ഇനി പോകുമ്പോ ഇത് ഉപ്പാക്ക് ഭാര ഉമ്മ പെണ്ണാതെ അതായത് മറന്നു മാറും. 55 വർഷം കഴിഞ്ഞിട്ടൊരു മോനെ കാണുമ്പോൾ ഒരു ഉമ്മാടൊരു സന്തോഷം. ആ ഒരു കുഞ്ഞബ്ദുള്ളയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലുള്ള പദവി കൊടുത്തത് അലങ്കരിക്കട്ടെ. ആ ഒരു ഉമ്മാക്ക് മോനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഉമ്മ വളരെ ആഗ്രഹിച്ചിട്ടുണ്ടാവും 10-55 വർഷത്തിന് ശേഷം കാണാതായ ഒരു മോനെ കാണണമെന്ന്. ഇപ്പോൾ ഒരു 16 വയസ്സിൽ കാണാതായ ഒരു മോന് 55 വർഷം കഴിയുമ്പോൾ 65 ഒരു 10-71 വയസ്സാണ് വരുമ്പോൾ ഉണ്ടായിരുന്നത്. ആ സഹോദരങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പക്ഷേ റബ്ബിൻ്റെ കിതാബിൽ എഴുതിയൊരു ആയുസ് ഇന്നലെ ഉമ്മാനെ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് സഹോദരങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അന്ന് അവരെ കണ്ടെത്തിയ സമയത്ത് നമ്മളവരെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഒരുപാട് പേര് നമുക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ മിസ്സിംഗ് പേഴ്സൺ കേരള എന്ന് പേരുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ശ്രമഫലമായിട്ടാണ് നമ്മുടെ അഷ്റഫൊക്കെ ഇടപെട്ട് അവിടെ ഹരിയാനയിൽ പോയി അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ച് ഉഷാറാക്കിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അന്വേഷിച്ച് സഹോദരന്മാരെ കയ്യിൽ ഏൽപ്പിച്ചത്. അപ്പോൾ അള്ളാൻ്റെ ഒരു വിധി അങ്ങനെയാവും. എവിടെയെങ്കിലും കിടന്ന് മരിക്കാനല്ല, സ്വന്തം ഉമ്മാനെ കണ്ട് മരണപ്പെടാൻ തന്നെ ആയിരിക്കും റബ്ബിൻ്റെ ഒരു വിധി ഉണ്ടാവുക. അപ്പം എങ്ങനെ ഓടിപ്പോയാലും പടച്ച റബ്ബിൻ്റെ ഒരു കഥ ഉണ്ടല്ലോ, ആ കഥ എങ്ങനെയാണോ അതുപോലെ സംഭവിക്കും. ഹരിയാനയിലെ വൃദ്ധസദനത്തിൽ കഴിഞ്ഞിരുന്ന ഈ മനുഷ്യന് ഒരു മാസം മുൻപാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്.
അങ്ങനെ ഉമ്മാനെ കണ്ട് സഹോദരങ്ങളെ കണ്ട് ആ സഹോദരങ്ങളൊക്കെ അത്രയും ആ സഹോദരങ്ങൾ ഈ മനുഷ്യനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ആരും ഒരു വിരോധവും കാണിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന് സഹോദരങ്ങളെയും കണ്ട് എല്ലാവരും കണ്ട് മരണപ്പെടാനായിരുന്നു വിധി. നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിന് പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് നമ്മുടെ ചുറ്റും അങ്ങനെ കാണാതായി പോകുന്ന ഒരുപാട് പേരുണ്ട്. ദിവസവും അത്തരം വാർത്തകൾ ഇങ്ങനെ കേൾക്കുക, കാണാതായി പോയ വാർത്തകളൊക്കെ. പല കാരണങ്ങൾ കൊണ്ട് കാണാതായി പോകുന്ന ആളുകളുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രണയ നൈരാശ്യങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മറ്റു പല പല കേസുകളും. എന്തായാലും അവർക്കൊക്കെ തിരിച്ചു വീട്ടിലേക്ക് വരാനുള്ള ഒരു തോന്നൽ ഉണ്ടാവട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം.